നമസ്കാരം. പിണറായി വിജയന്റെ വസതിയിലെ ഇ.ഡി. റെയ്ഡിനിടയിൽ ഒരുമാതിരിപ്പെട്ട വാർത്തകളെല്ലാം മുങ്ങിപ്പോവേണ്ടതാണ്. എന്നിട്ടും മുങ്ങിപ്പോവാതെ സജീവമായി നിന്ന ഒരു വാർത്തയാണ് അബ്ദുൾ റഹീമിന്റെ മടങ്ങിവരവ്. സൗദി ജയിലിൽ 20 വർഷം തടവ് പൂർത്തിയാക്കി തിരിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങി വീട്ടിലെത്തിയ അബ്ദുൾ റഹീമിനെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഒത്തുചേർന്നത്. അബ്ദുൾ റഹീമിന്റെ മടങ്ങിവരവിൽ ആ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം, ആഹ്ലാദം സത്യസന്ധമാണ്, നിഷ്കളങ്കമാണ്, അപ്രതീക്ഷിതമാണ്. അഭിനന്ദനങ്ങൾ, ആദരവുകൾ. ഒരു വ്യക്തി എത്ര കുഴപ്പക്കാരനാണെങ്കിലും, എത്ര വലിയ കൊടിയ ക്രിമിനലാണെങ്കിലും അയാളോട് അടുത്തു നിൽക്കുന്നവർ, അടുത്ത ബന്ധുക്കൾ, മാതാപിതാക്കൾ, അവർക്ക് പൊതുവെ അയാളിലെ നന്മ കാണാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദുഷ്ടനെ തിരിച്ചു കിട്ടിയാലും വീട്ടുകാർക്ക് ആഹ്ലാദമാണ്. അപ്പോൾ പിന്നെ നിരപരാധിയായ ഒരു മനുഷ്യൻ 20 വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർക്ക് പ്രതീക്ഷയും സന്തോഷവും ഉണ്ടാവും. ആ വീട്ടുകാരുടെ സന്തോഷത്തോടെ ഞാൻ ഐക്യപ്പെടുന്നു. അബ്ദുൾ റഹീമിനെ വധശിക്ഷയിൽ നിന്നും മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും അതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും ഞാൻ ആദരവർപ്പിക്കുന്നു. ഒരു മനുഷ്യനെയും തൂക്കിക്കൊല്ലരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വലിയ കുറ്റവാളികളെ ജീവിതകാലം മുഴുവൻ ജയിലിലിടണം. തൂക്കിക്കൊന്നാൽ അവർക്കതൊരു ശാപമോക്ഷമാണ്. പ്രതിസന്ധിയുള്ള മനുഷ്യർക്ക് മരണം ഒരു സൗകര്യമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആത്മഹത്യകൾ പെരുകാൻ കാരണം. പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തവർ, മുമ്പിൽ ഇരുട്ട് ഫീൽ ചെയ്യുന്നവർ, മുമ്പോട്ട് നീങ്ങാൻ ത്രാണിയില്ലാത്തവരൊക്കെയാണ് സ്വയം മരണം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ വലിയൊരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടവരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ അവരെ തൂക്കിക്കൊല്ലുന്നത് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് അവർക്ക് നൽകുന്ന ആനുകൂല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ദൈവം നൽകിയ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യനും അവകാശവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊടും കുറ്റവാളികളെ ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കുക. അവർ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി അവരുടെ ഇടുങ്ങിയ സൗകര്യത്തിൽ ഒതുങ്ങി ജീവിക്കട്ടെ. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചവരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ രാജകീയ വരവേൽപ്പ് നൽകുമ്പോൾ, അതിന് പിന്നാലെ ചാനൽ ക്യാമറകൾ ഒഴുകിയെത്തുമ്പോൾ, പൊതുപ്രവർത്തകർ ഓടിയെത്തി കെട്ടിപ്പിടിക്കുമ്പോൾ, ഖജനാവിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ചില പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുമ്പോൾ, പത്രപ്രവർത്തകർ ആവശ്യപ്പെടുമ്പോൾ ആശങ്കയുണ്ട്. എന്നാൽ അബ്ദുൾ റഹീമിൻ്റെ മടങ്ങിവരവ് ഇത്രയും വലിയ ആഘോഷമാക്കുമ്പോൾ നമ്മൾ മഹത്തായ ഒരു സൗഹൃദ രാജ്യത്തെ അധിക്ഷേപിക്കുകയാണ് എന്ന് മറക്കരുത്. ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. പഴയ ഇസ്ലാമിക മൗലികവാദത്തിൽ നിന്നും ആ രാജ്യത്തെ ഭരണാധികാരി ആ രാജ്യത്തെ മോചിപ്പിച്ച് നവസ്വാതന്ത്ര്യത്തിൻ്റെ വഴികൾ തുറന്നുകൊണ്ടിരിക്കുന്നു. 27 ലക്ഷം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ ജോലിയെടുക്കുന്നത്. ഒരുപക്ഷെ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്രയധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ 27 ലക്ഷം ഇന്ത്യക്കാർ, അവരൊക്കെ ഇന്ത്യൻ പൗരത്വം സൂക്ഷിക്കുന്നവരാണ്. ആകെയുള്ള 3.5 കോടി ജനങ്ങളിൽ പകുതിയോളം പേർ വിദേശികളാണ്. ആ രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സമാനതകളില്ലാത്തതാണ്. ആ രാജ്യമാണ് ലക്ഷക്കണക്കിന് മലയാളികളടക്കമുള്ളവർക്ക് അന്നം നൽകുന്നത്. ആ രാജ്യത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും അബ്ദുൾ റഹീമിനെ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. അബ്ദുൾ റഹീമിനെ ആഘോഷിക്കുന്നവർ പറയുന്നത് അബ്ദുൾ റഹീമിന് ഒരു പാവമാണ്, ഒരു കുറ്റകൃത്യവും ചെയ്തില്ല, എന്നിട്ടും സൗദിയിലെ കാടൻ നിയമങ്ങൾ അയാളെ ജയിലിലാക്കിയെന്നാണ്. അബ്ദുൾ റഹീമിന് 26ാമത്തെ വയസ്സിലാണ് ജയിലിലാവുന്നത്. അവിടെ ഒരു സൗദി പൗരൻ്റെ വീട്ടിലെ സഹായിയായിരുന്നു. സൗദിയിലെ ഭിന്നശേഷിക്കാരനായ മകൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനത്തിൽ അബദ്ധത്തിൽ കൈതട്ടിയപ്പോൾ അയാൾ മരിച്ചുപോയി എന്നാണ് വാദം. ആ വാദം ശരിയാണ് എന്ന് സമ്മതിച്ചാൽ സൗദി എന്ന രാജ്യം ഒരു അപരിഷ്കൃത കാടൻ രാജ്യമാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. യാതൊരു പൗരാവകാശങ്ങളുമില്ലാത്ത നിരപരാധികളെ പോലും വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു രാജ്യമായി കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരാൾക്കൊരു അബദ്ധം പറ്റുമ്പോൾ അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുമോ? അബ്ദുൾ റഹീമിന്റെ ബന്ധുക്കൾ പറയുന്നത് പോലെ അബദ്ധമാണ് അബ്ദുൾ റഹീമിന് പറ്റിയതെങ്കിൽ, കൈതട്ടി അറിയാതെ യന്ത്രത്തകരാറ് മൂലം മരിച്ചതാണെങ്കിൽ സൗദി അറേബ്യയിലെ നിയമം അന്ധന്മാരുടേതാണോ? നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ജീവൻ പോയതുകൊണ്ട് ആ മനുഷ്യനെ കുറച്ചുകാലം ജയിലിലടച്ചാൽ മനസ്സിലാക്കാം. നേരെ മറിച്ച് അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നെങ്കിൽ, അത് സത്യമാണെങ്കിൽ ഈ രാജ്യത്തെ കാടൻ നിയമത്തെ, മനുഷ്യാവകാശ ലംഘനത്തെ നഖശിഖാന്തം എതിർക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് സത്യമല്ലെങ്കിൽ ആ രാജ്യത്തെ പരിഹസിക്കുകയും അരുത്. സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ആ രാജ്യത്തെ കോടതി ശരീഅത്ത് കോടതികളാണ്. ശരീഅത്ത് കോടതികൾ നീതി നൽകുന്നവയല്ല എന്ന സന്ദേശമാണ് അബ്ദുൾ റഹീമിനെ ആഘോഷിക്കുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്ന സൗദി കോടതിയിലെ ജഡ്ജിമാർ അള്ളാഹുവിൻ്റെ നേരെ കണ്ണടച്ചു വെച്ചിട്ട് നിരപരാധികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? വളരെ വൈരുദ്ധ്യമുണ്ട് ഈ വാദത്തിൽ. നിങ്ങൾ അബ്ദുൾ റഹീമിനെ ആദരിക്കുമ്പോൾ
അയാൾ മഹാനാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുമ്പോൾ, അയാൾക്ക് പാരിതോഷികം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സൗദി അറേബ്യ എന്ന രാജ്യത്തെ കുറ്റപ്പെടുത്തുകയും ആ രാജ്യം കാടൻ നിയമങ്ങളുള്ള അപരിഷ്കൃത രാജ്യമാണ്, നീതിമാന്മാരെയും നിരപരാധികളെയും തൂക്കിക്കൊല്ലുന്ന രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അബ്ദുൾ റഹീമിൻ കുറ്റവിമുക്തനായല്ല എത്തിയിരിക്കുന്നത്. അബ്ദുൾ റഹീമിന് ഒരു ഇളവും ആരും കൊടുത്തിട്ടില്ല. 20 വർഷം തടവും വധശിക്ഷയുമാണ് കോടതി വിധിച്ചത്. വധശിക്ഷ ഒഴിവാകാൻ സൗദിയിലെ നിയമം പറയുന്നത് ആരാണോ ഇരയായത് അവർക്ക് മാപ്പ് കൊടുക്കാമെന്നാണ്. അത് ദയാധനമാണ്. അബ്ദുൾ റഹീമിന്റെ കൈകൾ കൊണ്ട് മരണപ്പെട്ട വീട്ടുകാർ അബ്ദുൾ റഹീമിനെ 34 കോടി രൂപ വാങ്ങി മാപ്പ് കൊടുത്തത് കൊണ്ടാണ് അബ്ദുൾ റഹീം തിരിച്ചു വരുന്നത്. അല്ലാതെ അബ്ദുൾ റഹീം നിരപരാധിയാണ് എന്ന് കണ്ടെത്തി വെറുതെ വിട്ടതല്ല. മാപ്പ് കൊടുത്തതിന് ശേഷവും 1.5 കൊല്ലം കൂടി അബ്ദുൾ റഹീമിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം 20 വർഷം ജയിലിൽ കിടക്കണം എന്ന നിയമത്തിന് ഇളവില്ല. 20 വർഷം ജയിൽവാസം കഴിഞ്ഞ് 34 കോടി രൂപ കൊടുത്ത് ഇളവ് വാങ്ങി തിരിച്ചു വന്ന അബ്ദുൾ റഹീം നിരപരാധിയാണ് എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ സൗദിയെ പരിഹസിക്കുകയാണ്, അപമാനിക്കുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് അന്നം നൽകുന്ന സൗദിയെ അബ്ദുൾ റഹീമിൻ്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്, നിരാശാജനകമാണ്.